ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ വന്നിട്ട്. ഇത് മെയിൻ അല്ല, വേറെ ഒരു ലെറ്റ്സ് പ്ലേ ഒന്നുമല്ല, ഒരു അനാർക്കി സെർവറാണ് ഗൈസ്. അപ്പോൾ ഇതാരാന്ന് ചോദിക്കില്ലേ? കാരണം മൈൻക്രാഫ്റ്റ് സ്കിന്ന് മാറ്റാനുള്ള മെയിൻ കാര്യം, മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്കിന്നിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. കുറേ സ്കിന്ന് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്കിന്ന് നമ്മളെടുത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പണിയായിട്ടുള്ള കാര്യമല്ലേ? അത്ര നല്ലൊരു കാര്യമല്ല. പിന്നെ കുറേ കാലത്തേക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സാധനമാണ് സ്കിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് അറിയുന്ന പോലെ ഒരു സ്കിന്ന് ഉണ്ടാക്കിയാണ്. നന്നായിട്ടുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്കിന്നൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഞാൻ എൻ്റെ പേര് മാറ്റി. എൻ്റെ പേരെന്താ ഗൈസ്? റെങ്കോക്കു. നിങ്ങൾ യൂട്യൂബ് സെർച്ച് ബാറിൽ പോയിട്ട് റെങ്കോക്കു ഒന്ന് സെർച്ച് ചെയ്യും. എൻ്റെ ഒരു സ്കിന്ന് പോയിട്ടൊരു വീഡിയോ പോലും വരില്ല. കാര്യം റെങ്കോക്കു എന്ന് പറഞ്ഞാൽ ലെജൻഡാണ്. ലെജൻഡ് വേറൊരാളുണ്ട്. അപ്പോൾ ഇങ്ങേരുടെ പേരും വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അയാളുടെ പേരിന് അപമാനവും. ഞാൻ എന്നെ തന്നെ പോറ്റി പഴിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് റെങ്കോക്കു എന്നുള്ള സ്റ്റൈല് അടിപൊളി സൂപ്പർ പേരിൽ നിന്നും അതിനെക്കാട്ടിലും നല്ലൊരു അടിപൊളി സാംബു എന്ന പേരിലേക്ക് മാറിയത്. അപ്പോൾ എല്ലാവർക്കും പേരും ഇഷ്ടപ്പെട്ടു, സ്കിന്നും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതായിരിക്കും എൻ്റെ ഐഡൻറ്റിറ്റി ഗൈസ്. എന്താണേലും സ്കിന്ന് ഇഷ്ടപ്പെട്ടാൽ പറയാൻ മറക്കണ്ട. ഇത് ഒരു അനാർക്കി സെർവറാണ്. സെർവറിൻ്റെ പേര് നമ്മുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, സൈഡിൽ കാണുന്നുണ്ടാവും. ഇതെൻ്റെ ടീമേറ്റ് വെച്ചിട്ട് പോയാണ് കേട്ടോ. ഞാൻ AFK സ്ഥലത്തുണ്ട്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ അത് മനസ്സിലാക്കാൻ കുറേ കഷ്ടപ്പെട്ടു. AFK സോട്ട്, പിന്നെ പൈസ ഉണ്ടാക്കാൻ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. കരടി ബ്രോയാണല്ലോ. കരടി ബ്രോ പാവം ചെക്കനാണ് കേട്ടോ. എനിക്ക് കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. എന്നെ ഇതുവരെ ഒരു അടി പോലും അടിച്ചിട്ടില്ല. ധനാർക്ക് തന്നെ ആണോ എന്നാണ് ഈ കരടി ബ്രോനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇപ്പം ഇങ്ങോട്ട് ചോദിച്ചത് വല്ല സാധനങ്ങൾ വേണമെന്നാണ്. ഞാൻ വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ചാൻസ് ഇല്ല. കാര്യം കരടി ബ്രോയാണ് വന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ ഇങ്ങോട്ട് ആരെയും വിളിച്ച് വരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ AFK സ്പോട്ടിലേക്ക് പോകുന്നത്. അവിടെ PvP ഓഫ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ആരെയും വേണമെങ്കിൽ വിളിച്ച് പോയി സംസാരിക്കാം. കുറച്ച് കഴിഞ്ഞാൽ അവിടെ എത്തി ഞാൻ. ഇതാണ് ഗൈസ് AFK സ്പോട്ട്. അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, വരുമായിരിക്കും. വന്ന് കരടി ബ്രോ എനിക്ക് കുറേ സാധനങ്ങൾ തന്നു. അല്ലാതെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് പാണ്ടിലൂറി കയറി റോട്ടിൽ കിടന്ന് ചതങ്ങി ചപ്പാത്തി പോലെ പരന്ന് കിടക്കുന്ന തവളെ പോലെ അവിടെ കിടന്ന് 2-3 കുട്ടികൾ വന്നിട്ട് ചട്ടുകം കൊണ്ടെടുത്ത് മരിച്ചിട്ട് ചാലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ട് വറുത്ത് ചുട്ട് സാമ്പാറിൽ മുക്കി അരച്ച് ചമ്മന്തി കൂട്ടി അടിച്ചുകൊണ്ട് തിന്നും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. അനുഭവമുള്ളതുകൊണ്ട് പറയുകയാണ്. ചിലവർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ചെയ്തു. ആരും മറക്കാൻ പാടില്ല. സബ്സ്ക്രൈബ് ടു മീ. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇല്ലെങ്കിൽ ഇതേ അവസ്ഥ. ലൈക്ക് അടിച്ചില്ല. ലൈക്ക്. ലൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലൈക്ക് ഓർമ്മ വന്നത്. നിങ്ങളാരും ലൈക്ക് അടിക്കാണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും വെള്ളം കുടിക്കാൻ താഴ്ച വെള്ളം കുടിക്കുമ്പോൾ വെള്ളം തൊണ്ടയിൽ കുടുങ്ങി ആശുപത്രി നോക്കുമ്പോൾ ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളിനി വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് വെള്ളം വേണമെന്ന്. അപ്പോൾ ഡോക്ടർ പറയും ഇനി വെള്ളം കുടിച്ചാൽ നിങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ചാവുന്നു. അപ്പോൾ നിങ്ങൾ പറയും
വെള്ളം കുടിക്കാണ്ട് എങ്ങനെ ജീവിക്കുകയെന്ന്. ഡോക്ടർ പറയും വെള്ളം കുടിക്കാണ്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന്. അപ്പോൾ ഡോക്ടർ പറയും വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന്. വെള്ളം കുടിച്ചാൽ നിങ്ങൾ ചാകും പറയും. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഇനിയും വെള്ളം വേണമെന്ന്. അപ്പോൾ ഡോക്ടർ പറയും നിനക്കെന്താ വേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് വെള്ളം വേണ്ടി പറയും. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ വെള്ളവും കൊണ്ട് തരാം. അപ്പോൾ നിങ്ങൾ പറയും KGF സിനിമ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും ബാക്കി അടുത്ത എപ്പിസോഡ് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് നടക്കുകയും ചെയ്യും. ഞാൻ നടക്കുന്ന പോലെ നടക്കും. അപ്പോൾ എല്ലാവരും ലൈക്കും ചെയ്തു സബ്സ്ക്രൈബും ചെയ്തു. ചിലവർക്ക് അനുഭവമുണ്ട്. അനുഭവമില്ലെങ്കിൽ ആരോടും പോയി ചോദിച്ചാൽ മതി, എല്ലാവരും പറഞ്ഞു തരും. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കഥ പറയുന്നതായിരിക്കും ഗൈസ്. ഇലക്ട്രിക്ക് എവിടെ നിന്നേ കിട്ടുക? എനിക്ക് കിട്ടില്ല. അനാർക്കി സെർവറിൽ പിന്നെ പറയേ വേണ്ട. എനിക്ക് കിട്ടിയത് ഒക്കെ കാനഡി ബ്രോ തന്നാണ്. എൻ്റെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചതാണ് ഈ 2 ഷൾക്കർ ബോക്സ്. നോക്ക്, നെതറൈറ്റ് ബ്ലോക്ക് 4 എണ്ണം, മൊത്തം 40 ഇങ്കറ്റ്. ഓക്കെ, കണക്ക് കൂട്ടലൊക്കെ ശരിയാണ്. അപ്പോൾ എനിക്കെന്തോ A+B- അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണക്ക് കൂട്ടലൊക്കെ ശരിയായി വന്നിരുന്നു ഗൈസ്. 40 ബ്ലോക്ക് ഷൾക്കർ ബോക്സ് വേണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് ഷൾക്കർ ബോക്സും കിട്ടി, എൻ്റെ ചെസ്റ്റും കിട്ടി. എലേറ്റർ വിചാരിച്ചില്ല, കിട്ടിയ കൊള്ളാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സാധനം കിട്ടി. ഇത് SMP ഞാൻ വിശ്വസിക്കില്ല. അത് അനാർക്കി എന്ന് വിശ്വസിക്കില്ല. ഇത് SMP ആണ് കേസ്. അപ്പോൾ എല്ലാവരും ഈ SMPയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നെതറൈറ്റ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇയാൾക്ക് ചെയ്തു. ഇയാളിപ്പോൾ എന്തിനാ എനിക്ക് ഇതൊക്കെ തരേണ്ട ആവശ്യം? ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക. ആരെങ്കിലും വന്ന് തല്ലിക്കൊന്നു കഴിഞ്ഞാൽ സാധനം പോയി. അതുകൊണ്ട് ഇതൊരു XP ഫാമാണ് കേട്ടോ. ഇതിൽ മാത്രമുള്ള ഒരു മോഡ് എന്തോ ആണ്. ഇതിലത്തെ സ്പോണറൊക്കെ ഇങ്ങനെയാണ് വർക്കാണത്. വെറുതെ മൈൻഡ് ചെയ്ത് ഓപ്പർ വെച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഹാർട്ട് എനിക്കിപ്പം 60 ഹാർട്ടുണ്ട്. എനിക്ക് 2-3 പോയി തല്ലിക്കൊല്ലണം. ഇപ്പോൾ അടുത്ത എപ്പിസോഡിൽ 2-3 തല്ലിക്കൊല്ലാൻ നോക്കാം. പിന്നെ മെയ്സൊന്ന് കിട്ടണം. മെയ്സ് ഒരു അടിപൊളി വെപ്പണാണ്. അത് കിട്ടിയാൽ കൊള്ളായിരുന്നു. അതെനിക്ക് ആരും തരുമെന്ന് തോന്നുന്നില്ല. ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ പോകണം. ഷീൽഡൊക്കെ കയ്യിൽ വയ്ക്കുക. എല്ലാവരും സബ്സ്ക്രൈബ്. ഞാൻ കുറച്ചുകൂടി താഴ്ത്തി ഉണ്ടാക്കേണ്ടതായിരുന്നു. ബേസ് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നീട്ടാണ്. കുഴപ്പമൊന്നുമില്ല. ആരെയും വന്നാൽ നമുക്ക് അടിച്ച് പറപ്പിക്കാമല്ലോ. വാളെടുത്ത് അങ്ങോട്ട് വെട്ടി എല്ലാത്തിനും അടിച്ച് പറപ്പിക്കാം. ആരിങ്ങോട്ട് ഇറങ്ങി വന്നാലും അടിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും റോട്ടിൽ കൂടെ നടന്നു പോവുക. റോഡിൻ്റെ സൈഡിൽ കൂടെ സൂക്ഷിച്ച് നടന്നു പോവുക. വെള്ളമൊക്കെ നന്നായി കുടിക്കുക. അപ്പോൾ എല്ലാവരും വെള്ളം നന്നായി കുടിക്കുക. റോട്ടിൽ കൂടെയൊക്കെ നടന്നു പോവുക. പാണ്ടി ലോറിയുടെ അടുത്ത് കൂടെ നടന്നു പോവുക. വെള്ളമൊക്കെ നന്നായി കുടിക്കുക. ഞാൻ വെള്ളം കുടിക്കുക ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ തൊണ്ടയിൽ അമർത്തി പിടിച്ചിട്ട് നേരെ വായിക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് മൂക്ക് അമർത്തി പിടിച്ച് ഒരു തുമ്മിക്കഴിഞ്ഞാൽ വെള്ളം കറക്റ്റായിട്ട് അന്നനാളത്തിലൂടെ ശ്വാസകോശത്തിലെത്തിക്കോളും.